ഹലോ ഫ്രണ്ട്സ്, അവരപ്പാൻ ടൂവിൻ്റെ ടീസർ ഞാൻ വെറും ചവറായിട്ടാണ് ഇട്ടത്. എനിക്ക് മനസ്സിലായി. അതിൻ്റെ വ്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിന് മുന്നേ എനിക്ക് വ്യൂസൊന്നും കിട്ടുന്നില്ലായിരുന്നു. ജസ്റ്റ് കാരണം എന്ന് പറയാം, ഞാൻ അടുത്ത അപ്ഡേറ്റിൽ ശരിയാക്കാം. മോഹിനിയാട്ടം സിനിമ ഒന്നാം ഭാഗമായ ഭരതനാട്യം തിയേറ്റർ അത്ര വലിയ ഹിറ്റായില്ലെങ്കിൽ രണ്ടാം ഭാഗം വൻ ഹിറ്റായിരുന്നു. ഇപ്പോൾ ഇതാ മൂന്നാം ഭാഗം ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. രാസലീല എന്നാണ് സിനിമയുടെ പേര് ഒഫീഷ്യൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഹൊറർ കോമഡി ജോണർ പറയുന്ന സിനിമയായിരിക്കും. ഒന്നാം ഭാഗം ഫാമിലി എൻ്റർടൈനർ ആണെങ്കിൽ രണ്ടാം ഭാഗം ഒരു ഡാർക്ക് കോമഡി ആയിരുന്നു. പക്ഷേ മൂന്നാം ഭാഗമാണെങ്കിലോ ഹൊറർ കോമഡി. പക്ഷേ ഈ ഒരു പോസ്റ്റർ ഇറങ്ങുന്ന മുന്നേ ഡിസ്കോ ഡാൻസ് എന്നായിരുന്നു ആദ്യം വന്നിരുന്ന പോസ്റ്റർ. ഞാൻ ശരിക്കും അത് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ രണ്ടാമത് അവർ ഒഫീഷ്യലി രാസലീല എന്നാണ് അവരാക്കിയത്. നമ്മുടെ സുരാജേട്ടൻ്റെ രാസലീലയാണോ? ജുമാൻജി മൂവി ഫ്രാഞ്ചൈസിൽ നിന്നും ഇനി ഇറങ്ങാൻ പോകുന്നത് ഓപ്പൺ വേൾഡ് ആണ്. അതായത് സിനിമയുടെ 4ാം ഭാഗമാണ് പുറത്ത് വരാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ദ ക്ലാസിക് ജുമാൻജി, അതിനുശേഷം ജുമാൻജി വെൽക്കം ടു ദ ജംഗിൾ, അതിനുശേഷം ദ നെക്സ്റ്റ് ലെവൽ. ഇപ്പോൾ ഇതാ ജുമാൻജി ഓപ്പൺ വേൾഡ്. മൃഗങ്ങളെല്ലാം ഓപ്പൺ വേൾഡിലേക്ക് വരുന്നതാണ് കഥ. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ അടുത്ത മാസം പുറത്തു വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എൻ്റെ ഈശ്വര. ജോജു ജോർജ് നായകനായി വരുന്ന പുതിയ സിനിമയാണ്. ഷാജി കൈലാസ് സാറ് സംവിധാനം ചെയ്യുന്ന വരവ് എന്ന് പറയുന്ന സിനിമ ആദ്യം റിലീസിനെത്താൻ വേണ്ടി ഇരുന്നത് ജൂൺ മാസം 12-ാം തീയതിയായിരുന്നു. പക്ഷേ അത് എന്തോ ഒരു കാരണം കൊണ്ട് സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റി. ഇപ്പോൾ അതാ പുതിയൊരു റിലീസ് ഡേറ്റ് വന്നിരിക്കുവാണ്. ജൂലൈ മാസം 16-ാം തീയതിയായിരിക്കും സിനിമ വേൾഡ് റിലീസിനെത്താൻ പോകുന്നത്. സിനിമയ്ക്ക് U/A സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്.